ശമ്പള കമ്മീഷൻ നിയമനത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗം 5-ന് ചേരാനും തീരുമാനമായി. മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയാശംസകൾ നേർന്നു. വി ബിനീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ഫലം വരുന്നതിന് തൊട്ട് മുൻപുള്ള മന്ത്രിസഭാ യോഗമാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗത്തിലുണ്ടായി? മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം 5-ാം തീയതി ചേരാനും തീരുമാനമായി, അല്ലേ? തീർച്ചയായിട്ടും ഓൺലൈനിലായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം നടന്നത്. ഈ മന്ത്രിസഭാ യോഗം ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമാണ് നിലനിന്നത്. 10 മിനിറ്റ് മാത്രമാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ ദൈർഘ്യമായി ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി കൈക്കൊണ്ടത് ശമ്പള കമ്മീഷൻ നിയമനത്തിന് അംഗീകാരം നൽകാനുള്ള ഒരു തീരുമാനമായിരുന്നു ഈ പിണറായി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അംഗീകാരം തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മന്ത്രിസഭാ യോഗം അവസാനിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും വിജയാശംസകൾ നേർന്നു. ഈ വിജയാശംസകൾ നേർന്നത് ഇപ്പോൾ LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കവച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം മറികടന്ന് ഇത്തവണ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി ഈ മറ്റു മന്ത്രിമാർക്ക് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയാശംസകളും നേർന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വരുന്ന 4-ാം തീയതി ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം 5-ാം തീയതി ഔദ്യോഗികമായ ഒരു മന്ത്രിസഭാ യോഗം കൂടി ചേരും. ആരാണോ തുടർ ഭരണം ഉണ്ടാകുമോ അല്ലെങ്കിൽ പുതിയ സർക്കാർ ഉണ്ടാകുമോ, അത്തരത്തിൽ പുതിയ സർക്കാർ വരികയാണെങ്കിൽ ഗവർണർക്ക് മുന്നിൽ ചില നിയമപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനായി തന്നെയാണ് ഈ 5-ാം തീയതിയുള്ള മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം.